നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്? അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. അയാളുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, മുഖം മനസ്സിലോർക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരു ഭയമുള്ള പോലെ, അല്ലെങ്കിൽ ഒരു റിസർവ്ഡ് ആയതുപോലെ തോന്നുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, നിങ്ങളിലേക്ക് വരുന്നില്ല. അതുപോലെ നിങ്ങളും ഇതേപോലെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കൺട്രോൾഡ് ആണ്, റിസർവ്ഡ് ആണ്. പരസ്പരം വിട്ട് പറയാൻ, വിട്ടു കൊടുക്കാൻ പരസ്പരം തയ്യാറല്ല എന്നാണ് കാണുന്നത്. പരസ്പരം കൺട്രോൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവനവനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നാണ്. നിങ്ങൾ തമ്മിലൊരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് അല്ല ഇപ്പോഴുള്ളത്. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത് എന്നാണ്. നെക്സ്റ്റ് 6 ഓഫ് പെൻറ്റക്കിളാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് കിട്ടേണ്ടുന്ന സ്നേഹവും പരിഗണനയൊക്കെ മറ്റാർക്കോ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അയാൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇയാൾക്ക് വന്നിട്ടുള്ളതുപോലെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന സംശയമുള്ളതായിട്ടാണ് കാണുന്നത്. ദെൻ ഹെർമിറ്റാണ്. അയാൾ സ്റ്റക്കാണ്. അയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ആലോചിച്ച് ചിന്തിച്ച് കാട് കയറിയിട്ട് ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മുന്നോട്ട് പോകുന്നില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരിടത്ത് സ്റ്റക്കായതുപോലെ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണുള്ളത്. 9 ഓഫ് വാണ്ടാണ്. പേടിയാണ്. അയാൾക്ക് എന്തിനെയാണ് പേടി നോക്കട്ടെ. എന്തിനാണ് അയാൾ പേടിക്കുന്നത്? ഹീറോ ഓഫ് പെൻറ്റക്കിൾസ്. മേ ബി നിങ്ങളുടേതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ജാതി, മതം, സോഷ്യൽ സ്റ്റേറ്റസ്, പ്രായം, അങ്ങനെ ആളുകൾ കേട്ടാൽ സമ്മതിക്കാത്ത റിലേഷൻഷിപ്പുകളിൽ ഏതെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിനെ അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് റിലേഷൻഷിപ്പെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് പോകുമോ എന്ന് പേടിക്കുന്നതാണ് കാണുന്നത്. ഡിവോഴ്സിലേക്ക് നിങ്ങൾ പോകുമോ എന്നവർ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അയാൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളോട് വളരെ പ്രതീക്ഷയാണ്. അയാളൊരിക്കലും നിങ്ങൾ വിട്ടുപോകുമെന്ന് കരുതുന്നില്ല. നിങ്ങൾ തിരിച്ചു വരും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ മേ ബി അയാൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളും വരുന്നില്ല, നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് നോക്കാം. 3 ഓഫ് സോർഡാണ്. അയാൾ ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.